അത് പാർട്ടി തീരുമാനിക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള നിലപാടുകളാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്. അതെന്തിനു വേണ്ടിയിട്ടായിരുന്നു? മോഡിയുടെ മുന്നിൽ കവാത്തു മറക്കുന്ന ശൈലി തുടരാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ CPM BJP നെക്സസ് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഉന്നയിച്ച പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അത് എന്തുകൊണ്ടാണ് കാരണസഹിത ഞാൻ പറഞ്ഞത് 1, 2, 3 ഓരോ കാരണസഹിത പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഞങ്ങൾ പറഞ്ഞത് ഗവൺമെന്റ് സാധാരണക്കാരനെ മറന്നുകൊണ്ട് പോകുന്നൊരു ഗവൺമെന്റാണെന്നായിരുന്നു. ഇതുപോലെ തന്നെ ശബരിമല വിഷയവും ചർച്ചാ വിഷയമായിരുന്നു. ഇതെല്ലാം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതികരിച്ചിട്ടുണ്ടെന്നുള്ള വ്യക്തമാണ്. അതോടൊപ്പം UDFന്റെ സ്ഥാനാർത്ഥികൾ നന്നായിട്ട് പൊരുതിയിട്ടുണ്ട്. നല്ല രീതിയിലാണ് അവർ പോരാട്ടം നടത്തിയത്. ഈ പ്രാവശ്യത്തെ ഞങ്ങൾ വളരെ നേരത്തെ തന്നെ അറേഞ്ച്മെന്റുകൾ നടത്തിയിരുന്നു. നമുക്കറിയാം, ഞങ്ങളുടെ ഏറ്റവും സുപ്രധാനമായ തീരുമാനം അത് വലിയ വിജയമായി എന്നാണ് എൻ്റെ വിശ്വാസം. നേതാക്കന്മാരാരും സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചത് അവിടോട്ട് പോകേണ്ട കാര്യം. സ്ഥാനാർത്ഥികളെല്ലാം താഴെ നിന്ന് തീരുമാനിക്കപ്പെടണം, വാർഡ് തലത്തിൽ തീരുമാനിക്കപ്പെടണം. അതുകൊണ്ട് എന്തായി, സാധാരണഗതിയിലുണ്ടാകുന്ന റിബൽ ശല്യങ്ങൾ ഇല്ലായിരുന്നു കോൺഗ്രസ്. താഴെ നിന്ന് തന്നെ വാർഡ് തലത്തിൽ നിന്ന് വന്ന സ്ഥാനാർത്ഥികളാണ് മിക്കവിടത്തുണ്ടായത്, ബ്ലോക്കിലും ജില്ലയിലും. സാധാരണ ഏത് വിജയത്തിലും ഞങ്ങൾക്ക് ബ്ലോക്ക് പഞ്ചായത്തിൽ വിജയം ഉണ്ടാവാറില്ല. ഇപ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്തിൽ, ഗ്രാമപഞ്ചായത്തുകളിൽ. അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് സത്യമായിട്ടും CPMന്റെ ഏറ്റവും വലിയ തകർച്ചയാണ്. കൊല്ലത്ത് 35 വർഷത്തിന് ശേഷം കൊല്ലത്ത്, അതായത് താങ്കളുടെ തൊട്ടടുത്ത ജില്ലയിൽ കൊല്ലത്ത് വളരെ വലിയൊരു വിജയമാണ് UDF. ഇതെങ്ങനെയാണ് കാണുന്നത്? കൊല്ലം ജില്ലയിൽ തന്നെ നല്ല വിജയമാണ്. കൊല്ലം കോർപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്നുവരെ നമ്മൾ ജയിച്ചിട്ടില്ല. ആ വിജയം വലിയ സൂചകമായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് കൊല്ലത്തെ ജനങ്ങൾ ശരിയായിട്ടുള്ള വികാരം ഐക്യജനാധിപത്യ മുന്നണിക്കൊപ്പമാണ് എന്നുള്ളത് തെളിയിക്കുന്നതാണ്. തിരുവനന്തപുരത്തുണ്ടായിരിക്കുന്ന ഈ BJPയുടെ ഇത് ഒരു ഞെട്ടിപ്പിക്കുന്നതാണോ, അത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശ്ശൂരിൽ കണ്ടതുപോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്? അല്ല, നമ്മൾ മനസ്സിലാക്കേണ്ടത് BJP ശക്തിപ്പെടുന്നിടത്ത് ഞങ്ങളെ സംബന്ധിച്ചും തിരുവനന്തപുരത്തെ കോർപ്പറേഷനും ഞങ്ങളുടെ നില ഞങ്ങൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിജയമാണെന്ന് ഞാൻ പറയുന്നില്ല. കുറച്ചും കൂടെ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ. പക്ഷേ പാർട്ടി നന്നായിട്ട് പോരാടി. ചിലയിടത്തൊക്കെ തന്നെ പ്രശ്നം ഉണ്ടായിരുന്നു. അവസാനം CPMന്റെ നിലപാട് എന്തായിരുന്നു? അവിടെ കോൺഗ്രസിനെ പരമാവധി തോൽപ്പിക്കലായിരുന്നു അവിടെ നിലപാട്. ഞങ്ങൾ BJP പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പരമാവധി ശ്രമിച്ചപ്പോൾ CPM തിരിച്ചായിരുന്നു ശ്രമിച്ചത് അവിടെ തിരുവനന്തപുരത്ത്. അപ്പോൾ അത് CPMന്റെ പരിശോധിച്ചാൽ അറിയാം. CPMന്റെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് ഈ BJPക്ക് ഒരു മേയർ കൊടുത്തതിന്റെ ഫുൾ ക്രെഡിറ്റ് CPMനെടുക്കാം. കൃത്യമായിട്ടും BJPക്ക് ഒരു മേയറെ തിരുവനന്തപുരത്ത് കൊടുത്തതിന്റെ ക്രെഡിറ്റ് CPMന് അവകാശപ്പെട്ടതാണ്, വേറെ ആർക്കും അവകാശപ്പെട്ടതാണ്. തലസ്ഥാന നഗരിയിൽ സെക്രട്ടേറിയറ്റിന് മൂക്കിന് മുമ്പിൽ നിൽക്കുന്ന ഒരു കോർപ്പറേഷനിൽ അവർ ചെയ്തെന്താണ്? പരിശോധനയ്ക്ക് വിധേയം. KC വേണുഗോപാലാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. തിരുവനന്തപുരം കോർപ്പറേഷൻ വളരെ വിവേകത്തോടുകൂടി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വികാരം ഇതിൻ്റെ ഇരട്ടി കാര്യം, ഇതൊക്കെ ചെറിയ പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ടുണ്ടാവും. പക്ഷേ അസംബ്ലി ഇലക്ഷൻ നിങ്ങൾക്കറിയാം, ഇത് രാഷ്ട്രീയ വോട്ടിംഗാണ് വന്നിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, പൊളിറ്റിക്കൽ വോട്ടിംഗാണ് വന്നിരിക്കുന്നത്. സർക്കാരെതിരായിട്ടുള്ള ജനം വളരെ നന്നായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളതിന് തെളിവാണിത്. അതുകൊണ്ട് അസംബ്ലി UDF തൂത്തുവാരിയിരിക്കും. കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങളും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളും ചിട്ടയായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ മുന്നോട്ട് പോകും. അതനുസരിച്ച് അസംബ്ലിയിലും ഉജ്ജ്വല വിജയം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ ജില്ലകളിലും പത്രസമ്മേളനം നടത്തി മുഖ്യമന്ത്രി തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് നയിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ദാർഢ്യത്തിന് കിട്ടിയൊരു മറുപടിയാണോ ഈ ജനവിധി? അല്ല, അതുകൊണ്ടാണല്ലോ അന്നത്തെ ദിവസം പോലും മുഖ്യമന്ത്രി ഉപയോഗിച്ച ലാംഗ്വേജ് നിങ്ങൾ കണ്ടില്ലേ? വികൃതമായ സ്വന്തം മുഖം കണ്ണാടിയിൽ നോക്കി മറ്റുള്ളവനാണ് മോശം എന്ന് പറയുന്ന ഒരു സ്ഥിതി അദ്ദേഹം നടത്തിയത് കണ്ടില്ലേ? അപ്പൊ അഹങ്കാരത്തിനും ധാർഷ്ട്യത്തിനും എല്ലായ തിരിച്ചടി തന്നെയാണ് ഇതെന്ന് സംശയം വേണ്ട. അദ്ദേഹം ഞങ്ങളെല്ലാം വെല്ലുവിളിച്ചു, എന്നെ വെല്ലുവിളിച്ചു. നിങ്ങളറിയാം, നിങ്ങളെല്ലാം ദില്ലിയിലെ പത്രക്കാരാണ്. UDF MPമാർ കേരളത്തിലെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് അംഗീകരിക്കാൻ പറ്റും. അദ്ദേഹം പറഞ്ഞെന്താണ്? UDF MPമാർ കേരളത്തിലെ ആവശ്യം ഉന്നയിക്കും. ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിച്ചു, അദ്ദേഹം വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ അദ്ദേഹം തീരുമാനിച്ചു തരണം. അദ്ദേഹത്തിന് ഏത് തീയതിയായാലും ഞങ്ങൾ തയ്യാറാണ്. ആവട്ടെ, സംവാദം, കേരളത്തിന് വേണ്ടിയുള്ള സംവാദമാവട്ടെ. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൽ നടത്തിയ എല്ലാ വിമർശനങ്ങളും ഞങ്ങൾക്ക് ഗുണമായിട്ടാണ് വന്നിരിക്കുന്നത്. സത്യത്തിൽ
അതാണ് ഈ വലിയ വിജയത്തിലും സമയത്ത് മുഖ്യമന്ത്രിയും CPM ഏറ്റവും കൂടുതൽ ഉന്നയിച്ചിരുന്നത് കോൺഗ്രസിനെ പ്രതിരോധത്തിലൊക്കെ ഉന്നയിച്ചിരുന്ന ലൈംഗിക പീഡന കേസുകളായി. അത് അല്ല, അതിലൊക്കെ തന്നെ കോൺഗ്രസ് എടുത്ത നിലപാടിനെയാണ് ജനം അംഗീകരിക്കുന്നത്. ആ കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ച നിലപാടെടുക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളിൽ. CPM-നെ പോലെ അല്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ വലിയ വിജയത്തിലും സ്വന്തം വാർഡ് പരാജയപ്പെട്ടു എന്നൊരു പ്രചരണം നടക്കുന്നു. അല്ല, ആ വാർഡ് ജയിക്കും തോക്കും ചെയ്യുന്നതാണ്. മുമ്പ് തോറ്റിട്ടുണ്ട്, ജയിച്ചിട്ടുണ്ട്. അത് LDF-ഉം UDF-ഉം ജയിച്ചുകൊണ്ടിരിക്കുന്ന വാർഡാണ്. പക്ഷേ ആലപ്പുഴ മുനിസിപ്പാലിറ്റി വലിയ മുന്നേറ്റമാണ് UDF നടത്തിയത്. മനസ്സിലായല്ലോ? നാളത്തെ റാലി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. ഡിസംബർ 14 രാംലീല മൈതാനം കാണുന്നത് ഏറ്റവും മികച്ച വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള പ്രചരണ വേദിയായി. 5 കോടി ഒപ്പുകൾ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇന്ത്യയിലൊട്ടാകെ ജനങ്ങളിൽ നിന്ന് വോട്ട് ചോരിക്കെതിരായിട്ട്. ആ വോട്ട് ചോരിക്കെതിരായിട്ടുള്ള ഒപ്പ് ശേഖരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സമ്മേളനമാണ് രാംലീല മൈതാനിൽ നടക്കുന്നത്. ഇത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് നിവേദനം കൊടുക്കാൻ പോവുകയാണ്. ഞങ്ങൾ ഈ ഒപ്പുകൾ സഹിതം രാഷ്ട്രപതിക്ക് കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന 4 പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ: മെഷീൻ റീഡബിള് വോട്ടേഴ്സ് ലിസ്റ്റ് കൊടുക്കണം. എന്താണ് കുഴപ്പം? രാഹുൽ ഗാന്ധി ഉന്നയിച്ചതാണ്. 2 CCTV ഫോട്ടേജ്. നിങ്ങൾ മനസ്സിലാക്കിയോ? അമിത്ഷാ കഴിഞ്ഞ ദിവസം മറുപടി പറഞ്ഞ് കോടതിയിൽ പോയാൽ കിട്ടില്ല എന്നാണ്. പഞ്ചാബ് ഹരിയാന കോടതിയാണ് പറഞ്ഞത് കൊടുക്കാൻ. അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഓർഡർ ഇറക്കിയത്. CCTV ഫുട്ടേജ് 45 ദിവസം കഴിഞ്ഞാൽ നശിപ്പിക്കണം എന്നല്ലേ. വീണ്ടും അദ്ദേഹം പറഞ്ഞ കോടതിയിൽ പോയാൽ ഞാൻ കിട്ടും. എന്ത് ബാലിശമായിട്ടുള്ള കാര്യം പറയുന്നത്. അപ്പോൾ CCTV ഫുട്ടേജ് 45 ദിവസം കഴിഞ്ഞാൽ കൊടുക്കില്ല എന്നുള്ള ഉത്തരവ് പിൻവലിക്കണം. അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനുകൾ കൊടുത്ത ഈ ഇമ്മ്യൂണിറ്റി ഒഴിവാക്കണം. നമ്മുടെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉണ്ടായിട്ടുള്ള വ്യാപകമായ പരാതികൾ അവസാനിപ്പിക്കാൻ സാങ്കേതിക വിദഗ്ധരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ പരിശോധിക്കാനുള്ള സംവിധാനം എല്ലാ തലങ്ങളിലും ഉണ്ടാക്കണം. അത് സാങ്കേതിക വിദഗ്ധരെ പ്രത്യേകമായിട്ടുണ്ടാക്കണം. അവരെ കാണിച്ചുകൊണ്ട് അതുണ്ടാക്കണം. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അത് ഞങ്ങൾ ലോക്സഭയിലും ആവശ്യപ്പെട്ടു. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് റാലി. ഇത് ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അഹന്തയ്ക്കും അഹങ്കാരത്തിനും ദുർഭരണത്തിനെതിരായിട്ടുള്ള കനത്ത വിധിയാണ് കേരള ജനത നൽകിയിരിക്കുന്നത്. UDF തരംഗം. അതെ, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ വലിയ മുന്നേറ്റം നടക്കുന്നതിനിടയിൽ ആദ്യമായിട്ട് വലിയ രീതിയിലുള്ള പ്രതികരണവുമായിട്ട് KC വേണുഗോപാൽ MP ആണ് ഇപ്പോൾ സംസാരിച്ചത്. സംസ്ഥാനത്ത് UDF-ന്റെ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുന്നു. LDF കോട്ടകളിൽ ഉൾപ്പെടെ കടന്നു കയറിയുള്ള മുന്നേറ്റമാണ് അത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ തേരോട്ടമെന്നോ മുന്നേറ്റമെന്നോ ഒക്കെ പറയാൻ കഴിയുന്ന രീതിയിലുള്ള മുന്നോട്ട് പോക്കുകൾ കോർപ്പറേഷൻ, നഗരസഭ, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയിൽ UDF വ്യക്തമായ മുൻതൂക്കത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സംസ്ഥാനത്ത് LDF-ന്റെ പരമ്പരാഗതമായ പല കേന്ദ്രങ്ങളിലേക്കും കടന്നു കയറാൻ UDF-ന് സാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ കൈവിട്ട തൃശൂർ, എറണാകുളം കോർപ്പറേഷനുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം UDF-ൽ നിന്നുണ്ടായിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിൽ മുന്നേറാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അധികാരത്തിലേക്ക് എത്താനും മേയർ ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനും കഴിയുന്ന രീതിയിൽ NDA-യുടെ പ്രധാനപ്പെട്ട നേട്ടമുണ്ടായിരിക്കുന്നു. LDF മുന്നേറ്റം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലും ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ ഒതുങ്ങി എന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തിരുവനന്തപുരം എന്തായാലും NDA എന്നുള്ള നിലയ്ക്ക് തന്നെ നിൽക്കുന്നു. 25-20 എന്നുള്ള നിലയ്ക്കാണ് അവിടെ UDF-ഉം LDF-ഉം തമ്മിലുള്ള വ്യത്യാസം. അത് ഒരുമിച്ചാൽ പോലും തിരുവനന്തപുരത്ത് തിരിച്ച് പിടിക്കാൻ കഴിയുകയോ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യം എന്നുള്ള നിലയ്ക്കുള്ള നേരത്തെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുകയോ ചെയ്യില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. വിവരങ്ങളുമായിട്ട് ആന്റണിയും ഉണ്ണിയും ചേരുന്നു. ആന്റണി, ഉണ്ണി. തീർച്ചയായും തിരുവനന്തപുരം കോർപ്പറേഷനിലെ 101 വാർഡുകളിൽ ഇനി എണ്ണാനുള്ളത് 5-ൽ താഴെ വാർഡുകൾ മാത്രമാണ്. 95 വാർഡുകളിൽ ഇപ്പോൾ പൂർത്തിയാകുമ്പോൾ 48 BJP അവിടെ വിജയത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 26 മാത്രമാണ് ഇപ്പോൾ LDF രണ്ടാം സ്ഥാനത്ത് ഉള്ളത്. UDF-ന് പറയാനുള്ളത് കുറച്ചുകൂടി നില മെച്ചപ്പെടുത്തി കുറച്ചുകൂടി ആശ്വസിക്കാൻ കഴിയുന്ന ഒരു നിലയിലേക്ക് UDF എത്തി എന്നുള്ളതാണ്. അതേസമയം കൊച്ചി കോർപ്പറേഷനിൽ കൃത്യമായ ഒരു ഭൂരിപക്ഷം UDF-നുണ്ട്. 47
27, LDF 21 എന്ന നിലയിലാണ്. തൃശ്ശൂരും അവർ സേഫ് സോണിലേക്ക് എത്തിയിട്ടുണ്ട്. UDF അവിടെയും വൻ വിജയം സ്വന്തമാക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഭരണം നിലനിർത്തുന്നു. പക്ഷേ 3 സീറ്റുകളുടെ വ്യത്യാസമാണ് നിലവിലുള്ളത്. ഇനി 73 സീറ്റുകൾ, ഇനി 3 സീറ്റുകൾ കൂടി എണ്ണാനുണ്ട്. 76 ആണ് അവിടെ ഉള്ളത്. അവിടെ 73 ഫലം പൂർത്തിയാകുമ്പോൾ 3 സീറ്റുകളുടെ വ്യത്യാസമാണ് LDF-ഉം UDF-ഉം തമ്മിൽ കോഴിക്കോട് കോർപ്പറേഷനിലുള്ളത്. കൊല്ലത്ത് UDF അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞു. 18 സീറ്റുകൾ അവിടെ ഏതാണ്ട് അവിടെ നിലവിൽ ജയിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോഴും അവിടെയും വലിയ മുന്നേറ്റം ഉണ്ടാകുന്നു UDF-ന് എന്നുള്ളതാണ്. എറണാകുളം ജില്ലയിലേക്ക് വരുമ്പോൾ മുനിസിപ്പാലിറ്റികളുടെ കാര്യം എടുത്താൽ NDAക്ക് തൃപ്പൂണിത്തുറ കിട്ടിയതൊഴിച്ചാൽ ബാക്കി എല്ലാ മുനിസിപ്പാലിറ്റികളും, എറണാകുളം ജില്ലയിലെ എല്ലാ മുനിസിപ്പാലിറ്റികളും സ്വന്തമാക്കിയിരിക്കുന്നത് UDF ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായുള്ളത്. അതായത് ഇതൊക്കെയാണ് ഞാൻ പറയാം. മൂവാറ്റുപുഴ നഗരസഭ UDF ജയിച്ചിരിക്കുന്നു. അവിടെ 17-7 എന്ന നിലയിലാണ്. UDF 17 സീറ്റുകളും LDF-ന് 7 സീറ്റുകളും NDAക്ക് 1 സീറ്റുമാണ് നേടാൻ കഴിഞ്ഞത്. ആലുവ നഗരസഭ UDF അവിടെ ആലുവയിൽ നിലവിൽ അവർ ഭരണം നിലനിർത്തുന്നു. ആലുവ നഗരസഭയിൽ UDF-ന് ജയം. അവിടെ വലിയ വിജയമാണ്. UDF-ന് 16 സീറ്റുകളാണ് അവിടെ ലഭിച്ചതെങ്കിൽ LDF-ന് ലഭിച്ചത് 2 സീറ്റുകളാണ്. NDAക്ക് 4 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 4 സീറ്റുകൾ. അങ്കമാലി നഗരസഭ അവിടെ 12 സീറ്റുകൾ നേടിയാണ് UDF ജയിച്ചത്. LDF-ന് 9 സീറ്റുകൾ, NDAക്ക് 2 സീറ്റുകൾ, മറ്റുള്ളവർക്ക് 8 സീറ്റുകൾ. ഏലൂർ നഗരസഭയിൽ ജയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കളമശ്ശേരിയിൽ UDF ജയിച്ചിരിക്കുന്നു. കോതമംഗലത്ത് ജയിച്ചിരിക്കുന്നു. മൂവാറ്റുപുഴയിൽ UDF ജയിച്ചിരിക്കുന്നു. നോർത്ത് പറവൂരിൽ ജയിച്ചിരിക്കുന്നു. പെരുമ്പാവൂരിൽ ജയിച്ചിരിക്കുന്നു. പിറവത്ത് ജയിച്ചിരിക്കുന്നു. തൃക്കാക്കരയിൽ, മരടിൽ, കൂത്താട്ടുകുളത്ത്, അങ്ങനെ എല്ലായിടത്തും UDF മുനിസിപ്പാലിറ്റികളിൽ UDF വലിയ മുന്നേറ്റം നടത്തുന്നു. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലും എറണാകുളം UDF-ന്റെ ഉറച്ച കോട്ടയാണ് എല്ലാ കാലത്തും. ഇത്തവണ ആ കോട്ട കുറച്ചുകൂടി അവർ ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. കോട്ടയത്തേക്ക് വന്നാൽ കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ 18 സീറ്റുകൾ നേടിയാണ് അവിടെ അവർ മുന്നിലേക്ക് UDF എത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ UDF-ന് വലിയ മുന്നേറ്റം. വയനാട് ദുരന്തം കേരളം ചർച്ച ചെയ്തതാണ്. അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഇതാ വയനാട് ജില്ലാ പഞ്ചായത്തിൽ 15 സീറ്റുകളാണ് അവിടെ LDF. ശബരിനാഥൻ തിരുവനന്തപുരത്ത് UDF-ന്റെ മേയർ സ്ഥാനാർത്ഥിയായിട്ട് മുന്നിൽ നിന്ന് നയിച്ച ശബരിനാഥൻ ജയിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട വാർത്തയാണ്. UDF-നെ സംബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് അവരുണ്ടാക്കിയ നേട്ടം അതും വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ എത്രയോ വലിയ മുന്നേറ്റം നടത്തിയിരിക്കുന്നു. അതിൻ്റെ മുന്നിൽ നിന്ന് പോരാട്ടം നടത്തിയിട്ടുള്ള ശബരിനാഥന്റെ വിജയമാണ് ഈ നിമിഷങ്ങളിലെ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നത്. തുടർന്നോളൂ. തിരുവനന്തപുരത്ത് കോൺഗ്രസ് ഇതുവരെ കാണാത്ത, അല്ലെങ്കിൽ കഴിഞ്ഞ തവണയൊന്നും ഇത്രയും ഒരു ഒരുക്കങ്ങളോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലോ ഒരു സീരിയസ്നെസ് ഒന്നും അവർ കാണിച്ചിട്ടില്ല. പക്ഷേ ഇക്കുറി കെ മുരളീധരനായിരുന്നു തിരുവനന്തപുരത്തിന്റെ ചുമതല ഉണ്ടായിരുന്നത്. അതിനു മുൻപ് അങ്ങനെ ഓരോ വാർഡുകളിൽ നേരിട്ട് മുരളീധരൻ എത്തി അവിടെ നിന്ന് വിലയിരുത്തിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഏതായാലും വലിയ ഗുണമൊന്നും അതുകൊണ്ട് ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ നില മെച്ചപ്പെടുത്താൻ UDF-ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശബരിനാഥനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു, അതുപോലെ തന്നെ മുട്ടടയിലെ വൈഷ്ണ സുരേഷിനെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ UDF-നെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർക്ക് നില മെച്ചപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ അതായത് ശക്തമായിട്ടുള്ള ഒരു താമര വികാരം അവിടെ ഉണ്ടായിരുന്നു. ആ താമര വികാരം അവിടെ ഉണ്ടായിരിക്കെ തന്നെയാണ് ശബരിനാഥിന് വിജയിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതും അതിന്റെ തിളക്കം കൂട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അവർക്ക് ആ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് കഴിഞ്ഞു എന്നുള്ളത് അവിടെ വലിയൊരു കാര്യം തന്നെയാണ്. കഴിഞ്ഞ തവണ 3-ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തവണയും 3-ാം സ്ഥാനത്താണെങ്കിൽ പോലും വലിയ ഒരു തിരിച്ചടി അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് UDF-നെ സംബന്ധിച്ച് ഉള്ളൊരു കാര്യം. പിന്നെ പ്രത്യേകിച്ച് ഈ പല വാർഡുകളിലും ഈ LDF-ന്റെ ഒക്കെ വാർഡുകളിൽ ഇത്തവണ പോളിംഗ് ശതമാനം വളരെ കുറവായിരുന്നു. പക്ഷേ NDA സംബന്ധിച്ച് നഗര വാർഡുകളിലൊക്കെ കുറച്ചുകൂടി പോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അത് അപ്പോൾ തന്നെ ഈ NDAക്ക് ഗുണം ചെയ്യുമോ എന്നുള്ള ഒരു വിലയിരുത്തലൊക്കെ ഉണ്ടായിരുന്നു. ഏതായാലും അത് പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് വന്നിരിക്കുന്നു. ആരും ഇത്തരം ഒരു ഫലം തിരുവനന്തപുരത്ത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. ഇത്രയും വലിയ ഒരു തിരിച്ചടി തിരുവനന്തപുരത്ത് LDF-ന് ഉണ്ടാകുമെന്ന് ഒരു കാലത്തും അവർ തിരിച്ചറിയുന്നില്ല. UDF തിരുവനന്തപുരത്ത് 20-ലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ തവണ 10-ൽ താഴെയായിരുന്നിടത്ത് ഇപ്പോൾ 20-ലേക്ക് UDF-ന് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അവരുടെ ഒരു ഒരുക്കത്തിന്റെ ഭാഗമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലും UDF-ന്റെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്, സംസ്ഥാനത്തുണ്ടായി.
മഹത്തായ മുന്നേറ്റം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് KCCയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാൽ തൊട്ടുമുമ്പ് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് 2010 തെരഞ്ഞെടുപ്പിന്റെ ഫലത്തേക്കാൾ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. അന്ന് നേടിയ കോർപ്പറേഷനുകളെക്കാൾ എല്ലാ കാലഘട്ടങ്ങളിലും കോർപ്പറേഷൻ ഒരു കീറാമുട്ടിയായിരുന്നു. ആ പ്രശ്നവും അവസാനിച്ചിരിക്കുന്നു എന്നുള്ളത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് എന്നുള്ള നിലയ്ക്കാണ് KC വേണുഗോപാൽ സൂചിപ്പിക്കുകയുണ്ടായത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നുമാണ്. പ്രത്യേകിച്ചും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഇതുവരെ വന്നിട്ടുള്ള എല്ലാ ഫലവും സൂചിപ്പിക്കുന്നത് ഇത് രാഷ്ട്രീയമായിട്ടുള്ള വോട്ടുകളാണ് ഉണ്ടായിട്ടുള്ളത്, പൊളിറ്റിക്കൽ വോട്ടുകളാണ് എന്നുള്ള നിലയ്ക്കാണ്. അല്ലാതെ അതാത് സ്ഥാനാർത്ഥികളുടെ വ്യക്തിപ്രഭാവങ്ങളോ അതൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ വോട്ടിംഗ് നടന്നു എന്നുള്ള നിലയ്ക്കാണ് UDF അതിനെ വിലയിരുത്തുന്നത്. ആ രീതിയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും പൊതുവെ ഇപ്പോൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഇതിനോടൊപ്പം ചേർത്ത് വെക്കേണ്ടതാണ്. ഈ വ്യക്തിപ്രഭാവത്തിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയപരമായി തന്നെ കാര്യങ്ങൾ നടന്നു എന്നതാണ് പറയുന്നത്. എന്തായാലും ഒരു UDF ആത്മവിശ്വാസം, ഭരണവിരുദ്ധ വികാരം വലിയ രീതിയിൽ വോട്ടാകുമെന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ചില ഘട്ടങ്ങളിലെങ്കിൽ പോലും ഈ ശബരിമല വിഷയം, ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഈ തെക്കൻ ജില്ലകളിൽ ചെറിയൊരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നൊരു കാര്യം കൂടി സംശയമാണ്. ആ രീതിയിലാണ് LDFന് ആധിപത്യം ഉണ്ടായിരുന്ന പല മേഖലകളിലും UDF തരംഗമുണ്ടായി എന്നതാണ് പറയുന്നത്. അതേസമയം മറ്റൊരു കാര്യം, ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട വിഷയം വലിയ രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് ദിവസമടക്കം ചർച്ചയായ ഒരു വിഷയം തന്നെയാണ്. അത് ഒരു ഘട്ടത്തിൽ പോലും ചർച്ചയായില്ല എന്ന ഒരു സൂചനയാണ് ഈ വടക്കൻ ജില്ലകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ രാഷ്ട്രീയപരമായി തന്നെ വീണ വോട്ടുകളാണ് എന്നത് തന്നെയാണ് ഇതിനെ വിലയിരുത്തപ്പെടേണ്ടത്. എന്തായാലും UDFന്റെ ഒരു ആധിപത്യം, ഒരു തരംഗമുണ്ടാകാൻ അത് ഒരു പൊളിറ്റിക്കലി വന്ന ഒരു വോട്ട് തന്നെയാണ് എന്നതാണ് പറയുന്നത്. എന്തായാലും ഒരു സാധ്യത കൂടിയാണ്. എന്തായാലും 48 ഇടത്താണ് തിരുവനന്തപുരത്ത് NDA മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ ഇപ്പോൾ ഒരുപക്ഷെ LDFും UDFും കൂടെ അവർ രണ്ടുപേരുടെയും സീറ്റ് നില ചേർത്ത് വെച്ചാൽ ഒരുപക്ഷെ NDAക്കൊപ്പം എത്താൻ കഴിയുമെന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. എന്തായാലും ആ രീതിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നതാണ് കാണേണ്ട ഒരു കാര്യം. എന്തായാലും കോഴിക്കോടും വലിയ ഒരു മുന്നേറ്റമെല്ലാം തന്നെ LDFനെ സംബന്ധിച്ചുകൊണ്ട് അവിടെ മാത്രമാണ് LDFന് അല്പമെങ്കിലും മുന്നോട്ട് വരാൻ കഴിഞ്ഞത്. ആദ്യഘട്ടത്തിലെല്ലാം തന്നെ എല്ലാ കോർപ്പറേഷനിലും വലിയ ആധിപത്യം, വലിയ മുന്നേറ്റമെല്ലാം തന്നെ ഇടത് പക്ഷം കാഴ്ചവെച്ചെങ്കിൽ പോലും അത് പിന്നീട് അത് മങ്ങുന്നൊരു കാര്യമാണ് കണ്ടത്. അവിടെ എല്ലായിടത്തും തന്നെ വലിയൊരു മുന്നേറ്റം. അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂർ വലിയ രീതിയിൽ തന്നെ വലിയൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാനായി കഴിഞ്ഞു എന്നതാണ് പറയുന്നത്. ഈ കോഴിക്കോട് കോർപ്പറേഷൻ നോക്കുകയാണെങ്കിൽ ഒരു സീറ്റ് വ്യത്യാസത്തിലാണ് UDF LDF തമ്മിലുള്ളതെന്നാണ് പറയുന്നത്. ശക്തമായ മത്സരം അവിടെ നടന്നു എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. ആ രീതിയിലേക്ക് വരുന്നു. പക്ഷേ തൃശ്ശൂർ തുടക്കം മുതലേ വ്യക്തമായ മേൽക്കൈ നേടിയെടുക്കാനായി UDFന് കഴിഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ സിറ്റിംഗ് സീറ്റായിരുന്നു LDFനെ സംബന്ധിച്ച്, സിറ്റിംഗ് കോർപ്പറേഷൻ ആയിരുന്നു LDFനെ സംബന്ധിച്ച് തൃശ്ശൂർ എന്ന് പറയുന്നത്. അവിടെ വലിയ രീതിയിൽ വലിയൊരു മുന്നേറ്റം നേടിയെടുക്കാനായി UDFന് കഴിഞ്ഞു എന്നാണ് പറയുന്നത്. കൊച്ചി, നമുക്കറിയാം കൊച്ചി എന്ന് പറയുന്നത് LDFനെ സംബന്ധിച്ച്, കൊച്ചി എല്ലാ കാലത്തും LDFനെ സംബന്ധിച്ച് ഒരു കീറാമുട്ടിയായിട്ടുള്ള ഒരു ജില്ലയാണ്. അവിടെ വലിയ ആധിപത്യം UDFനുള്ളൊരു സ്ഥലമാണ്. അവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഭരണത്തിൽ വരാൻ കഴിഞ്ഞൊരു സ്ഥലം. പക്ഷേ അവിടെ ഇക്കുറി അത് വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. വ്യക്തമായ ഒരു മേൽക്കൈ നേടിയെടുക്കാൻ എല്ലാ മേഖലകളിലും, പ്രാദേശിക തലത്തിലും അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലും ഗ്രാമപഞ്ചായത്തിലും അടക്കം വലിയൊരു മേൽക്കൈ നേടിയെടുക്കാൻ ഈ കൊച്ചിയിൽ UDFന് കഴിഞ്ഞു എന്നതാണ് ഇക്കുറി നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. അത് മികച്ച രീതിയിൽ തന്നെ കോൺഗ്രസ് നേതൃത്വമാകെ വലിയ വിഭാഗീയതയൊന്നുമില്ല എന്നതാണ് പറയുന്നത്. എല്ലാ കാലത്തും കണ്ടതാണ് വിമത സ്ഥാനാർത്ഥികളുടെ പങ്ക്. വലിയ ചില വിഷയങ്ങളെല്ലാം തന്നെ പ്രാദേശിക തലത്തിൽ ചർച്ചയാവുന്നത്. അതൊന്നുമില്ല. എല്ലാ വിഷയങ്ങളെയും മറികടക്കാനായി കഴിഞ്ഞു എന്നതാണ്. നമ്മളൊരു ഘട്ടത്തിൽ കണ്ടതാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ നേരിട്ടെത്തി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ചർച്ചകൾ നടത്തുന്നത് അടക്കം കണ്ടതാണ്. അപ്പോൾ ആ രീതിയിൽ ആ ഫാക്ട് എല്ലാം തന്നെ അവിടെ ഗുണം ചെയ്തു എന്നതാണ് കാണേണ്ടത്. ആ രീതിയിലാണ് കൊച്ചിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. കോട്ടയത്തേക്ക് വരികയാണെങ്കിൽ കോട്ടയം സംബന്ധിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഈ കേരള കോൺഗ്രസ് എമ്മിന്റെ വരവ് അത് വലിയ രീതിയിൽ തന്നെ LDFന് വലിയ ഗുണം ചെയ്ത ഒരു കാലഘട്ടമായിരുന്നു 2020 എന്ന് പറയുന്നത്. ആ രീതിയിൽ വലിയൊരു മുന്നേറ്റം അവർക്ക് ആ ഘട്ടത്തിൽ നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നതും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. LDF കൺവീനർ TP രാമകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുകയാണ്. എന്താണ് പറയുന്നത് നോക്കാം. ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന പരമാവധി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് ഇത്തരമൊരു വിധി ജനങ്ങളിൽ നിന്നുണ്ടായി എന്നത് വളരെ സൂക്ഷ്മതലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും. ജനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി മാനിച്ചുകൊണ്ട് തുടർ നിലപാടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. വളരെ മൈന്യൂട്ടായി
ഈ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധി ഞങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ താഴെ തലത്തിൽ ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങളുടെ നിലപാടിൽ എന്തെങ്കിലും തിരുത്തേണ്ടതുണ്ടെങ്കിൽ അത്തരം തിരുത്തലിന് വിധേയമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് ജനങ്ങളെ ഞങ്ങൾക്ക് അറിയിക്കാനുള്ളത്. തിരുത്താനുള്ളത് അതെ, ടി പി രാമകൃഷ്ണനാണ് സംസാരിച്ചത്. കൃത്യമായിട്ട് സൂക്ഷ്മമായിട്ടുള്ള വിശകലനം നടത്തും എന്ന് LDF കൺവീനർ പറഞ്ഞ സ്ഥിതിക്ക് സ്വാഭാവികമായിട്ടും ഈ പരാജയത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരുന്നു. ഈ വലിയ രീതിയിലുള്ള UDFന്റെ മുന്നേറ്റം മാത്രമല്ല, ഏത് പ്രസ്ഥാനത്തെയാണോ ഫാസിസത്തിന്റെ പേരിൽ എതിർത്തുകൊണ്ടിരുന്നത് ആ പ്രസ്ഥാനം തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയതടക്കമുള്ള വലിയ പ്രശ്നങ്ങൾ, അതിന് ഉത്തരം പറയേണ്ടി വരും. CPIM-നെ സംബന്ധിച്ചിട്ടും LDF-നെ സംബന്ധിച്ചിട്ടും ജനമനസ്സിനൊപ്പം അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തുടർന്നു പോകുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ LDF കൺവീനർക്ക് പറയേണ്ടി വന്ന രീതിയിലുള്ള വലിയ മുന്നേറ്റമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളമാകെ അലയടിച്ചുകൊണ്ട് UDF ഒരു തരംഗമുണ്ടാക്കി എന്ന് തന്നെ പറയാവുന്ന രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കോർപ്പറേഷനുകളിൽ, മുനിസിപ്പാലിറ്റികളിൽ, ത്രിതല പഞ്ചായത്തുകളിലെല്ലാം തന്നെ UDF-ന്റെ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു. 6 കോർപ്പറേഷനുകളിൽ 4 UDF-ന്റെ മുന്നേറ്റം. LDF-ന്റെ കുത്തകയായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ NDA പിടിച്ചടക്കി എന്നുള്ള വലിയ മുന്നേറ്റം. സംസ്ഥാനത്ത് ആദ്യമായിട്ട് BJP കോർപ്പറേഷൻ ഭരണത്തിലേക്ക് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നു. കൊല്ലം, തൃശൂർ, കൊച്ചി, കണ്ണൂർ കോർപ്പറേഷനുകളിൽ UDF-ന്റെ മുന്നേറ്റം. ആകെ LDF-നെ ആശ്വസിക്കാനുള്ളത് കോഴിക്കോട് മാത്രമെന്നുള്ളതിലേക്ക് വരുന്നു. ഇത് രാഷ്ട്രീയമായിട്ടുള്ള വിജയമാണ് എന്ന് UDF സൂചിപ്പിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള വോട്ടുകൾ ആണ് ഉണ്ടായിട്ടുള്ളത് എന്ന് സൂചിപ്പിക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്നതിനേക്കാൾ ഉപരി ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പോലെ തന്നെ ജനം കണ്ടു എന്നുള്ള നിലയ്ക്ക് സൂചിപ്പിക്കുന്നു. ആ രീതിയിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം അടാട്ട് ഗ്രാമപഞ്ചായത്തിൽ മത്സരിച്ച വടക്കാഞ്ചേരി മുൻ MLA-യും KPCC ജനറൽ സെക്രട്ടറിയുമായിട്ടുള്ള അനിൽ അക്കരയ്ക്ക് ഉജ്ജ്വലമായിട്ടുള്ള വിജയമുണ്ടായി. അടാട്ട് പഞ്ചായത്തിലെ 15-ാം വാർഡായ സംസ്കൃതം കോളേജിൽ നിന്നാണ് അനിൽ അക്കര ജയിച്ചത്. CPIM ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ വാർഡായിട്ടുള്ള മുണ്ടേരി പഞ്ചായത്തിലെ 9-ാം വാർഡിൽ LDF-ന് പരാജയമേൽക്കേണ്ടി വന്നു. KK രാഗേഷിന്റെ സഹോദരന്റെ ഭാര്യയും നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള അനിഷയാണ് 104 വോട്ടിന് അവിടെ തോറ്റത്. UDF-ലെ P അഷ്റഫ് 691 വോട്ട് നേടിയാണ് ജയിച്ചത്. തൃക്കാക്കര നഗരസഭയിലെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോഴത്തെ കണക്കുകൾ നോക്കുക. UDF 26, LDF-ന് 15 മാത്രം. കൂത്താട്ടുകുളത്തടക്കം CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തോൽക്കുന്നു. മായ വി തോറ്റു. LDF-ൽ നിന്ന് കൂത്താട്ടുകുളം നഗരസഭ UDF തിരിച്ചു പിടിച്ചതടക്കമുള്ള വാർത്തകളും ഇതോടൊപ്പമുണ്ട്. ഈ നിമിഷങ്ങളിൽ ഇനി തിരുവനന്തപുരത്തിൻ്റെ പേര് BJP താമരയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഏത് വിശേഷണത്തോടുകൂടി അവതരിപ്പിക്കുമെന്നുള്ളതാണ്. താമരപുരം എന്ന് സൂചിപ്പിക്കുമോ? അതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ട്രോളുകളായിട്ട് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ആന്റണി ഉണ്ണി, അവരുടെ ഒരു പ്രധാനമായ ഒരു ആപ്തവാക്യം അവർ മുന്നോട്ട് വെച്ചത് മാറാത്തത് മാറും എന്ന രീതിയിലുള്ള ഒരു കോട്ടുമായിട്ടാണ് അവർ ഈ തെരഞ്ഞെടുപ്പ് മാറാത്തത് മാറും എന്നുള്ള അവരുടെ മുദ്രാവാക്യം വന്ന സമയത്ത് തന്നെ പലരും അതിനെ പരിഹസിച്ചുകൊണ്ട് നാറാത്തത് ഇനി നാറും, ദുർഗന്ധം വരും എന്നുള്ള നിലയ്ക്കാണ് അതിനെ പരിഹസിച്ചത്. നാറാത്തത് ഇനി നാറും, പക്ഷേ മാറാത്തത് ഇനി മാറും എന്ന് തന്നെയുള്ള രീതിയിലേക്ക് ആ കൃത്യമായിട്ടുള്ള ഒരു വാക്യമാണ് നൽകിയത്. ആ മാറ്റം തിരുവനന്തപുരത്ത് കൊണ്ടുവരും എന്ന് സൂചിപ്പിക്കുന്നു. സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്ന വാഗ്ദാനം പോലെ തിരുവനന്തപുരം നഗരസഭ പിടിച്ചടക്കുകയാണെങ്കിൽ അവിടേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിയിട്ട് പ്രഖ്യാപനങ്ങൾ നടത്തുമെന്നുള്ള വാഗ്ദാനങ്ങൾ വരുന്നു. ആ വാഗ്ദാനങ്ങൾ നിറവേറ്റപ്പെടുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിക്കാൻ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമൊക്കെ വരുന്നതിന് ഇനിയും നാളുകളുണ്ട്. അതിനിടയിൽ തന്നെ ആ പ്രഖ്യാപനങ്ങൾ നടത്തുകയും അതിൻ്റെ പ്രതിസ്പന്ദനങ്ങൾ മറ്റ് ജില്ലകളിലേക്ക്, മറ്റ് ഇടങ്ങളിലേക്ക് എറിഞ്ഞു കൊടുക്കാനും ആ ജില്ലകളിലുള്ള വോട്ടർമാരെ കൂടി ഇനി ഇതാണല്ലോ ശരി, പ്രധാനമന്ത്രിക്കും BJPക്കും NDAയ്ക്കും ഒപ്പം നിൽക്കുക, എങ്കിൽ മാത്രമേ തങ്ങൾക്ക് വികസനമുണ്ടാവുകയുള്ളൂ എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഒരു അശ്വമേധം നടത്താൻ തീരുമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ മാറുമോ എന്നതാണ് തിരുവനന്തപുരം പിടിച്ചടക്കുന്നതിലൂടെ. തിരുവനന്തപുരം പിടിച്ചടക്കിയാൽ അത് മറ്റെല്ലാം പിടിച്ചടക്കിയതിന് തുല്യമാണ് എന്നുള്ള നിലയ്ക്ക് കരുതുന്നുണ്ട് BJP. ആ രീതിയിൽ അത് അപായ സൂചനയായിട്ട് LDF കാണേണ്ടതുണ്ട്, UDFും കാണേണ്ടതുണ്ട്. UDFിനെ സംബന്ധിച്ചിട്ട് അവിടെ നേമത്ത് K മുരളീധരനെ ഇറക്കിയിട്ട് ഒരു മറുപരീക്ഷണം നടത്തി എന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചത് എന്താണ് എന്ന് വെച്ചാൽ അവിടെ UDFന്
UDF നിന്നുകൂടി വോട്ടുകൾ അങ്ങോട്ട് പോവുകയും LDF ദുർബലമാവുകയും ആ ദുർബലമായതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ NDA അധികാരത്തിൽ വരികയും ചെയ്തിരിക്കുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെ കണിശമായിട്ട് പരിശോധിക്കേണ്ടി വരികയും ചെയ്യും. തുറന്നോളൂ ആന്റണി. എന്താണ് ഇവിടെ ഉണ്ടായത് എന്നുള്ളത് CPM-നെ സംബന്ധിച്ചത് പരിശോധിക്കണം. കാരണം LDF-ന്റെ ഒരു വലിയ കോട്ടയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ കോട്ട ഒളിക്കാൻ ആർക്കും തന്നെ സാധിച്ചിട്ടില്ല. പക്ഷേ കഴിഞ്ഞ തവണ BJP ഒരു മുന്നേറ്റമൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അത്ര അടുത്തേക്ക് എത്താൻ അവർക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇതാ ആ കോട്ട തകർന്നിരിക്കുന്നു. എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ള കാര്യത്തിൽ ഉത്തരവാദിത്തം അവിടെയുള്ള നേതാക്കൾ പറയേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം എന്തെങ്കിലുമൊക്കെ പാളിച്ച പറ്റിയോ എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. മാത്രമല്ല മുൻ ഭരണകൂടത്തിനെതിരെ മുൻ മേയർക്കെതിരെ അടക്കം നിരവധി ആരോപണങ്ങളൊക്കെ ഉയർന്നത് നമ്മൾ കണ്ടതാണ്. ഈ ആറ്റുകാൽ പൊങ്കാല മുതൽ ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ ഭരണസമിതിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ, അനധികൃത നിയമനങ്ങളടക്കം ഈ മേയർക്കെതിരെയും ഭരണസമിതിക്കെതിരെയും ഒക്കെ ഉയരുന്നത് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ശക്തമായ സമരം BJP അവിടെ നടത്തിയിരുന്നു. കോൺഗ്രസ് അവിടെ ഉണ്ടായിരുന്നില്ല. ഏതായാലും അത്തരത്തിൽ നടത്തുന്ന ആ ഒരു സാധനമൊക്കെ അല്ലെങ്കിൽ ആ പ്രതിപക്ഷം എന്ന നിലയിൽ അവർ നടത്തിയ ആ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ആ പ്രവർത്തനമൊക്കെ വോട്ടായി മാറി എന്നുള്ളത് തന്നെയാണ് പ്രത്യേകിച്ച് നമുക്ക് പറയാൻ കഴിയേണ്ടത്. കാരണം പല കോട്ടകളും പ്രത്യേകിച്ച് കുന്നുകുഴി വാർഡ് എന്നൊക്കെ പറയുന്നത് അവിടെ IP ബിനു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ വളരെ ജനകീയനായ ഒരു സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം മേയറായി വരെ പരിഗണിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഈ തവണ തോറ്റു. അവിടെ UDF ആണ് ജയിച്ചതെങ്കിൽ പോലും അത്തരത്തിൽ LDF-ന്റെ പല നേതാക്കളും തോൽക്കുന്ന സാഹചര്യം പാളയം വാർഡിൽ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതൊക്കെ വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് തീർച്ചയായും പരിശോധിക്കേണ്ടി വരും എന്നുള്ള കാര്യമാണ് നമുക്ക് പറയേണ്ടത്. ഏതായാലും ഇപ്പോൾ സംസ്ഥാനത്തെ മുനിസിപ്പാലിറ്റികളുടെ മുഴുവൻ കൗണ്ടിങ്ങും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ്. 86 മുനിസിപ്പാലിറ്റികളിൽ അത് മുഴുവനായി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഫൈനൽ കണക്ക് 54 ഇടത്ത് UDF, 29 ഇടത്ത് LDF എന്ന നിലയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ മുനിസിപ്പാലിറ്റികളെ സംബന്ധിച്ചുള്ള ഒരു കണക്ക് എന്ന് പറയുന്നത്. അതിൽ പാലക്കാടും അതുപോലെ തന്നെ തൃപ്പൂണിത്തുറയും NDAക്ക് സ്വന്തമായിട്ടുണ്ട്. NDA തൃപ്പൂണിത്തുറ പിടിച്ചെടുത്തു. പാലക്കാട് അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ആശ്വാസകരമായ ഒരു കാര്യം അവരെ സംബന്ധിച്ച് ഉള്ളത് എന്നുള്ളതാണ്. ഏതായാലും 469 സീറ്റുകളാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്തുകൾ. 469 ഗ്രാമപഞ്ചായത്തുകളിൽ ഇപ്പോൾ UDF വിജയം നേടുമ്പോൾ 400-ൽ താഴെ സീറ്റുകളിലാണ് ഇപ്പോൾ 400-ൽ താഴെ പഞ്ചായത്തുകളിൽ മാത്രമാണ് ഇപ്പോൾ LDF-ന് ലീഡ് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലേക്ക് വരുമ്പോഴും പാലക്കാട്, അതുപോലെ തന്നെ തിരുവനന്തപുരം, അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തുകൾ, അതുപോലെ മാത്രമാണ് ഒരു മുന്നേറ്റം, വ്യക്തമായൊരു മുന്നേറ്റം LDF-ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മലപ്പുറത്ത് വെറും 2 സീറ്റുകളാണ് LDF-ന് ജില്ലാ പഞ്ചായത്തിൽ നേടാൻ കഴിഞ്ഞത്. ബാക്കിയെല്ലാം 33-ൽ ബാക്കി എല്ലാ സീറ്റും അവർ കൊണ്ടുപോയി, UDF കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കാണേണ്ടി വന്നു. മലപ്പുറത്ത് എല്ലാ മുനിസിപ്പാലിറ്റികളും UDF തൂത്തുവാരിക്കൊണ്ടുപോയി. PV അൻവർ LDF-നൊപ്പം ഉണ്ടായിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. നിലമ്പൂര്, അവിടെ അതിനു ചുറ്റുമുള്ള നിരവധി അമരമ്പലം പോലെയുള്ള പഞ്ചായത്തുകൾ അതെല്ലാം ഇപ്പോൾ കൈവിട്ടു പോകുന്ന ഒരു കാഴ്ച കൂടി മലപ്പുറത്തെ സംബന്ധിച്ച് ഉണ്ട്. മലപ്പുറം UDF-നൊപ്പം മൊത്തമായി നിൽക്കുന്ന ഒരു കാഴ്ച. എറണാകുളം കുറച്ചുകൂടി കോട്ട അവിടെ ശക്തമാക്കി UDF-നൊപ്പം നിൽക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. കൊല്ലത്താണ് LDF-നെ വലിയ രീതിയിൽ ഞെട്ടിച്ച ഒരു അട്ടിമറി നടന്നിട്ടുള്ളത്. കൊല്ലത്ത് വൻ തിരിച്ചടിയാണ്. കൊല്ലം കോർപ്പറേഷനിൽ വലിയ തിരിച്ചടിയാണ് LDF-നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത്. അവിടെ മേയറുമായി ബന്ധപ്പെട്ടുള്ള തർക്കമൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നീട് മേയറെ മാറ്റി ആദ്യത്തെ പ്രസന്ന ഏണസ്റ്റ് ആദ്യം മാറാതിരിക്കുന്നു, പിന്നീട് അവിടെ നിന്ന് മാറ്റുന്നു, അത് കഴിഞ്ഞ് ഈ ഹണി ബെഞ്ചമിനെ മേയറാക്കുന്നു. അങ്ങനെ ചില തർക്കങ്ങളൊക്കെ അവിടെ നമ്മൾ കണ്ടതാണ്. ഏതായാലും അവിടെ വലിയൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു. NDAക്ക് അവിടെ 10 സീറ്റുണ്ട് എന്നുള്ളതും കൂടി നമ്മൾ എടുത്തു കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. അങ്ങനെ കൊല്ലത്ത് വലിയൊരു തിരിച്ചടി കോർപ്പറേഷനിൽ ഉണ്ടാകുമ്പോൾ ജില്ലാ പഞ്ചായത്തിൽ അവർക്ക് LDF-നൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷേ അത് ഏറ്റവും ശക്തമായൊരു പോരാട്ടം ഇപ്പോൾ നടക്കുന്നത് എന്ന് പറയാൻ കഴിയുക കോഴിക്കോട് കോർപ്പറേഷനിലാണ്.
ലീഡിലാണ്. അവിടെ 27, 28, UDF 28, LDF 27. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ മിനിറ്റിലും അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കൊപ്പം അവിടെ ഭരണം നിൽക്കും? ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് അവിടെ നിൽക്കുന്നത്. ആർക്കും വ്യക്തമായ ഒരു ഭൂരിപക്ഷം ഇല്ലാത്ത നിലയിലേക്ക് വരാനുള്ള സാധ്യത തന്നെ കാണുന്നുണ്ട്. അവിടെ മറ്റുള്ളവർക്കൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. 76 വാർഡുകളിൽ 71 പൂർത്തിയാകുമ്പോൾ അവിടെ 14 NDA ഉണ്ട്, 28 UDF ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ഇപ്പോൾ ഒപ്പത്തിനൊപ്പമാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ LDF ഉം UDF ഉം ഇപ്പോൾ ഒപ്പത്തിനൊപ്പം എത്തിയിരിക്കുന്നു. 28 എന്ന നിലയിലാണ് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഈ പാലാ നഗരസഭയിലൊക്കെ വലിയ തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. പാലാ നഗരസഭയിൽ മാണി സി കാപ്പൻ MLA വാർഡിൽ LDF ജയിച്ചു എന്നുള്ളത് ഇപ്പോൾ ഒരു വാർത്തയായി വരുന്നുണ്ട്. മാണി സി കാപ്പൻ UDF MLA ആണ്. അവിടെ അദ്ദേഹത്തിന്റെ വാർഡിൽ ഇപ്പോൾ LDF ജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു കാര്യം. ആലപ്പുഴയിലെ KC വേണുഗോപാലിന്റെ വാർഡ്, വേണുഗോപാലിന്റെ വാർഡിൽ LDF ആണ് അവിടെ ജയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ചിറ്റൂർ തത്തമംഗലം നഗരസഭയിൽ LDFന്റെ ചെയർമാനും വൈസ് ചെയർമാനും ഒക്കെ പരാജയപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ചിലയിടങ്ങൾ കോഴിക്കോട് കോർപ്പറേഷനിൽ മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ ജയിച്ചത് NDA സ്ഥാനാർത്ഥിയാണ് എന്നുള്ളതും, കോഴിക്കോട് കോർപ്പറേഷന്റെ നിലവിലെ മേയർ ബീന ഫിലിപ്പിന്റെ വാർഡിൽ NDA ആണ് ജയിച്ച് കയറിയത്. അതുപോലെ തന്നെ ആ VM ബിനുവിന്റെ ഇത് നമ്മൾ കണ്ടതാണ്. കാളക്കണ്ടി VM ബിനു കല്ലായി വാർഡിൽ അവിടെ പകരം വന്ന കാളക്കണ്ടി ബൈജു എന്ന സ്ഥാനാർത്ഥി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഫലങ്ങൾ ഏതാണ്ട് അവസാന മണിക്കൂറുകളിലേക്ക്, വോട്ടെണ്ണൽ അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് പോവുകയാണ്. ഇടുക്കിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇടുക്കിയെ കുറിച്ച് ആന്റണി പറയുമ്പോൾ അവിടുത്തെ എം എം മണി ഇപ്പോൾ CPM നേതാവ് എം എം മണി വിവാദമായിട്ടൊരു പരാമർശം നടത്തിയിരിക്കുകയാണ്. ജനം ആനുകൂല്യം വാങ്ങിയിട്ട് പണി തന്നു എന്നതാണ് ആ പരാമർശം. ജനം ആനുകൂല്യം വാങ്ങിയിട്ട് പണി തന്നു എന്ന് പറയുന്ന വിവാദ പരാമർശം നടത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇത് ആ പരാമർശം ഇന്നത്തെ ഈ ഫലപ്രഖ്യാപനമൊക്കെ വന്നു കഴിഞ്ഞ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അതിൻ്റെ ഫലപ്രഖ്യാപനമെല്ലാം വന്ന് അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ എം എം മണി ഇപ്പോൾ നടത്തിയിട്ടുള്ള വിവാദ പരാമർശം ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ഉം BJP-യും ആയുധമാക്കിയേക്കും. ജനം ആനുകൂല്യം വാങ്ങിയിട്ട് പണി തന്നു എന്നുള്ള പരാമർശമാണ് നടത്തിയിരിക്കുന്നത്. ജനാധിപത്യത്തെ തന്നെ വെല്ലുവിളിക്കുന്ന ഒരു പരാമർശം എന്നുള്ള നിലയ്ക്ക് അതിനെ വ്യാഖ്യാനിച്ചേക്കാം. കാരണം ഓർക്കുക, അതിദരിദ്രരെ ഇല്ലാതാക്കി എന്നുള്ളതായിരുന്നു ഈ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെച്ച വലിയൊരു മുദ്രാവാക്യവും അത് യാഥാർത്ഥ്യമാക്കി എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പരിപാടികളും, ക്ഷേമ പെൻഷൻ 400 രൂപ കൂട്ടിയടക്കമുള്ള കാര്യങ്ങൾ, സ്ത്രീകൾക്ക് 1300 രൂപ നൽകിയതടക്കമുള്ള കാര്യങ്ങൾ. പക്ഷേ ഇതിനെല്ലാം കിറ്റ് രാഷ്ട്രീയമെന്ന് വിളിച്ച് എതിർപക്ഷത്തുള്ളവർ കിറ്റ് രാഷ്ട്രീയത്തിൽ വീടില്ല ഈ ജനം എന്നാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ UDF-ന്റെ ഈ വിജയത്തിൻ്റെ തേരോട്ടത്തെ വിശദീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന BJP-യുടെയും അതേപോലെ തന്നെ UDF-ന്റെയും വിജയാഘോഷ പ്രകടനങ്ങൾ ഈ അതിദരിദ്രരെ ഇല്ലാതാക്കി എന്നുള്ളതും ക്ഷേമ പെൻഷൻ നൽകി 400 രൂപ നൽകി എന്നുള്ളതിനും ഒക്കെ ഉപരിയായിട്ട് ജനം മറ്റൊരു തീരുമാനമെടുത്തു. അതിനെ പരിഹസിക്കുന്ന രീതിയിലാണ് എം എം മണിയുടെ ഇപ്പോഴത്തെ വിവാദ പരാമർശം. ജനം ആനുകൂല്യം വാങ്ങിയിട്ട് പണി തന്നു എന്നുള്ള പരാമർശം വന്നിരിക്കുകയാണ്. ഇടുക്കിയെക്കുറിച്ച് ആന്റണി പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ ഇടയിൽ കയറി ഈ കാര്യം സൂചിപ്പിച്ചത്. ഇടുക്കിയെക്കുറിച്ച് പറഞ്ഞോളൂ. ഇടുക്കിയിലും വലിയൊരു മുന്നേറ്റമാണ് UDF-നെ സംബന്ധിച്ച് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഇടുക്കി ജില്ലയിലേക്ക് നമ്മൾ വരുമ്പോൾ ഇടുക്കി ജില്ലയിൽ നിലവിൽ വാർഡുകൾ സ്റ്റാറ്റസ് പഞ്ചായത്ത് മൊത്തത്തിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബ്ലോക്ക് പഞ്ചായത്തുകളിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൽ UDF-നാണ് മേൽക്കൈ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത്. ഏതായാലും ഇടുക്കിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമ്പോൾ കോട്ടയത്തുമൊക്കെ ഇടുക്കിയിലേക്ക് ഞാൻ വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിൽ LDF-ന് ഒരു ബ്ലോക്ക് പഞ്ചായത്തിലാണ് മുന്നേറ്റം. അതേസമയം UDF 7 അവിടെ മുന്നേറിയിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇടുക്കിയിൽ LDF-ന് ദേവികുളം ബ്ലോക്ക് പഞ്ചായത്തിൽ മാത്രമാണ് മുന്നേറാൻ കഴിഞ്ഞിട്ടുള്ളത്. ബാക്കി അടിമാലി, അഴുത, അതുപോലെ തന്നെ എലംദേശം, അതുപോലെ ഇടുക്കി, കട്ടപ്പന, നെടുങ്കണ്ടം, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വലിയ തിരിച്ചടി അവിടെ ഉണ്ടായിട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി മുനിസിപ്പാലിറ്റി ആന്റണി നമ്മൾക്ക് പെട്ടെന്ന് തന്നെ കോഴിക്കോടൊന്ന് പോകേണ്ടതുണ്ട്. കാരണം കോഴിക്കോട് ഇപ്പോൾ LDF-നെ കുറിച്ച് നമ്മൾ ഇതുവരെ പറഞ്ഞു വന്നതിൽ കോഴിക്കോട് ആണ് ആശ്വാസം എന്നുള്ള നിലയ്ക്കായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതാ കോഴിക്കോട് ഇഞ്ചോടിഞ്ചായിരിക്കുന്നു. കോഴിക്കോട് കോർപ്പറേഷനെ സംബന്ധിച്ചിട്ട് കോഴിക്കോട് LDF-ഉം UDF-ഉം ഇഞ്ചോടിഞ്ച് 28 എന്നുള്ള നിലയ്ക്കാണ് കോഴിക്കോട്. അത് മാറി മറിഞ്ഞ ആ ലീഡ് നില ഇപ്പോൾ
അങ്ങനെ നിൽക്കുന്നു. അത് കോഴിക്കോട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. അത് ലീഡ് നില വലിയ രീതിയിൽ മറിയുകയാണ്. ഒരു ഭാഗത്ത് LDF UDF അടുത്തടുത്ത് നിൽക്കുന്നു. അതുകൊണ്ട് കോഴിക്കോട്ടേക്ക് കൂടി നമുക്ക് പോകേണ്ടതുണ്ട്. ആന്റണി ഇപ്പോൾ പറഞ്ഞിടത്തുനിന്ന് തുടർന്നോളൂ. ഇപ്പോൾ ഒപ്പത്തിനൊപ്പം തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നമ്മൾ ഇടുക്കിയിലെ കാര്യമാണ് പറഞ്ഞു വന്നത്. ഇടുക്കിയിൽ 2 മുനിസിപ്പാലിറ്റികളാണുള്ളത്. അത് രണ്ടും ഇപ്പോൾ UDF സ്വന്തമാക്കിയിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ എല്ലാം തന്നെ UDFനാണ് എന്നുള്ളതാണ്. 14 UDF, 3 മാത്രമാണ് LDFന് അവിടെ വിജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിൽ 14-3 എന്ന നിലയിലാണ് ഇടുക്കിയിൽ ഒരു മുന്നേറ്റം എന്ന് പറയുന്നത്. ആന്റണിയിലേക്ക് തിരികെ എത്താം. കോഴിക്കോട്ടെ ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറയുന്ന ഒരവസ്ഥ LDFനെ സംബന്ധിച്ച് വലിയ ക്ഷീണത്തിലേക്ക് പോവുകയാണോ റിയാസ്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം പറയാൻ. ഒരുപക്ഷെ ഫോട്ടോ ഫിനിഷിംഗിലേക്ക് പോകുന്നു. ഒരു അട്ടിമറി പോലും ഇപ്പോൾ നമുക്ക് സംശയിക്കാവുന്ന രീതിയിലേക്കാണ് നിലവിലെ സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കുന്നത്. 14 ഡിവിഷനുകളിൽ NDA മുന്നിട്ട് വന്നതോടുകൂടി മാത്രമല്ല കഴിഞ്ഞ തവണത്തേതിനേക്കാൾ 17 ആയിരുന്നു കഴിഞ്ഞ തവണ UDFിൻ്റെത്. അതിൽ നിന്നും UDF കുതിച്ചു കയറുന്ന ഒരു കാഴ്ച ഇപ്പോൾ 28 എന്ന രീതിയിലേക്ക് വരുന്ന ഒരു സാഹചര്യം. അതെ, ആ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിന്റെ കുറച്ചുകൂടി വിവരങ്ങൾ വേണം. അതിനു മുൻപ് എറണാകുളത്ത് കോൺഗ്രസ് നേതാക്കൾ ആഹ്ലാദ പ്രകടനം നടത്തിക്കൊണ്ട് നേതാക്കൾ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ PR വർക്കുകൾ നടത്തി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമം മാത്രമായി ഒരു സർക്കാരിന്റെ 9.5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ചുരുങ്ങി എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് അവലോകനം നടത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെയും KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA കേരളത്തിലെ ഐക്യജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ കൂട്ടായി നടത്തിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും താഴെ തട്ടുവരെയുള്ള സാധാരണ പ്രവർത്തകർ അത്യുദ്ധാനം നടത്തി നേടിയെടുത്ത ഒരു വിജയം കൂടിയാണ് ഈ വിജയം. UDFന് ഇത്തരത്തിലുള്ള വിജയം ചരിത്രത്തിൽ ആദ്യമാണ്. ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, പരാതികളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ അത് പരിഹരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും UDF നേതാക്കന്മാർ ഒറ്റക്കെട്ടായി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാലും ചില പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചില്ല. പക്ഷേ അതൊന്നും ഈ വിജയത്തിൻ്റെ തിളക്കത്തെ കുറയ്ക്കാനോ ഈ തെരഞ്ഞെടുപ്പിനെ UDFനെ കോട്ടം തട്ടുന്ന രീതിയിലേക്ക് മാറ്റുവാനോ അതിനൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഈ വോട്ടെണ്ണൽ ദിനത്തിൽ നമുക്ക് റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് 47 സീറ്റാണ് 76-ൽ ലഭിച്ചത്. UDFന് ചില സീറ്റുകളിലൊക്കെ നിസ്സാരമായ വോട്ടിനാണ് UDF പരാജയപ്പെട്ടത്. ഈ തെരഞ്ഞെടുപ്പിൽ 1.5 വർഷക്കാലം മുമ്പ് തുടങ്ങിയ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച മുന്നൊരുക്ക പ്രവർത്തനം, ആ മുന്നൊരുക്ക പ്രവർത്തനത്തിൽ UDFന്റെ താഴെ തട്ട് വരെയുള്ള മുഴുവൻ ആളുകളും കൃത്യമായ പ്രവർത്തനം നടത്തി. ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ, UDFന്റെ നേതാക്കന്മാർ ഒത്തുചേർന്നിരുന്ന് സ്ഥാനാർത്ഥി നിർണയം എളുപ്പത്തിൽ പൂർത്തിയാക്കി മികച്ച രീതിയിലുള്ള ക്യാമ്പയിൻ ഈ കോർപ്പറേഷന്റെ 5 വർഷക്കാലത്തെ ഈ നഗരസഭാ ഭരണത്തിന്റെ അഴിമതിയും കെടുകാര്യസ്ഥതയും വികസന വിരുദ്ധതയും ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞു. ഇതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 5 വർഷക്കാലം നഗരസഭാ ഭരണത്തിന്റെ കഴിവുകേടുകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബ്രഹ്മപുരത്ത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് നടന്നത് ബയോ മൈനിങ്ങിന്റെ പേരിൽ. പാർട്ടി ബന്ധുക്കൾക്ക് LDFന്റെ കൺവീനറായിരുന്ന വൈക്കം വിശ്വന്റെ മകൾക്കും മരുമകനും അവരുടെ കമ്പനിക്കും കൊടുത്ത അനധികൃത കരാർ കോർപ്പറേഷന് വരുത്തി വെച്ചത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. ഏകദേശം
18 കോടി രൂപയോളമാണ് ബ്രഹ്മപുരത്ത് തീ കത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ഈ കോർപ്പറേഷനും സർക്കാരും ചെലവഴിച്ചത്. 134 കോടി രൂപയ്ക്കാണ് ബയോമൈനിങ് രണ്ടാമത് കരാർ കൊടുത്ത് പൂർത്തീകരിച്ചത്. എത്ര കോടി രൂപയാണ് ജനങ്ങളുടെ പൊതുപണം അഴിമതിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെട്ടതെന്ന് നമ്മൾ ഓരോരുത്തരും ഒന്ന് മനസ്സിലാക്കണം. ബ്രഹ്മപുരം കത്തിയപ്പോൾ ആ ദിവസങ്ങളിലൊന്നും മേയറെ ഈ നാട്ടിലെങ്ങും കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഒളിവിലായിരുന്നു. കോർപ്പറേഷനും നഗരത്തിനും എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഏതെല്ലാം തരത്തിലാണ് അത് ബാധിക്കപ്പെടുന്നത്, ആ സമയങ്ങളിലൊന്നും മേയറെ കാണാൻ സാധിച്ചില്ല. ഇപ്പോൾ ഈ ഭരണവും UDF വലിയ വിജയം നേടിക്കഴിയുമ്പോൾ സത്യത്തിൽ മേയറെ നിങ്ങൾക്ക് ആർക്കും ഇനി വരും ദിവസങ്ങളിൽ കാണാനും സാധിക്കില്ല. മേയർ അനിൽകുമാർ ഒളിവിൽ തന്നെ ആയിരിക്കും. കോർപ്പറേഷന് ഇതുപോലെ ഒരു ദുർഗതി ഉണ്ടായ ഒരു 5 വർഷക്കാലം ഉണ്ടായിട്ടില്ല. ടോണി ചമ്മണി മേയറായിരുന്ന സമയത്ത് ആരംഭിച്ച കൊച്ചി സ്മാർട്ട് മിഷനുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, അത് തുടർന്ന് സൗമിനി ജയൻ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളിൽ ചിലത് പൂർത്തിയാക്കിയിട്ട് ഇത് ഞങ്ങളുടെ പദ്ധതിയാണ് എന്ന് അച്ചടിച്ച് വലിയ പുസ്തകം ലക്ഷക്കണക്കിന് രൂപ ചെലവ് ചെയ്ത് പുസ്തകം അച്ചടിച്ച് വീടുകളിൽ കൊണ്ടുപോയി കൊടുത്തും പ്രചരണം നടത്തിയാലും അതൊന്നും LDFിൻ്റെതാകില്ല എന്നുള്ളത് ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോൾ അവർക്ക് മനസ്സിലായി കാണും. UDFിന്റെ കാലഘട്ടത്തിൽ തുടങ്ങി വെച്ച ആ പദ്ധതികളിൽ ചിലത് പൂർത്തീകരിച്ചതല്ല. മെട്രോപൊളിറ്റൻ നഗര ആസൂത്രണ സമിതി രൂപീകരിച്ച ശേഷമോ അതിനു മുന്നോ ഒരു മെട്രോ നഗരം എന്നുള്ള രീതിയിൽ കൊച്ചിക്ക് 1 രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പ്രത്യേകമായി സമ്മാനിക്കാത്ത ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ സർക്കാർ. ഒരു കാര്യത്തിൽ പിണറായി വിജയനോട് ഞാൻ നന്ദി പറയുകയാണ്. കൊച്ചി നഗരത്തിൽ വന്നിട്ട് പത്രസമ്മേളനം നടത്തി അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിങ്ങിൽ അദ്ദേഹം പറഞ്ഞത് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയുമാണ് കൊച്ചിയുടെ ഏറ്റവും മികച്ച പദ്ധതികൾ, കേരളത്തിന്റെ ഏറ്റവും മികച്ച പദ്ധതികളെന്ന് അദ്ദേഹം അഭിമാനത്തോടു കൂടി പറയുകയുണ്ടായി. ലോകത്ത് നിന്ന് അത് പഠിക്കാനായി നിരവധി ആളുകളാണ് കൊച്ചിയിലേക്ക് കടന്നു വരുന്നതെന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കൊച്ചി മെട്രോയും വാട്ടർ മെട്രോയും ആരാണ് നടപ്പിലാക്കിയതെന്ന് കൃത്യമായി കൊച്ചിയിലെയും കേരളത്തിലെയും ജനങ്ങൾക്കറിയാം. അപ്പൊ അതുകൊണ്ട് അത് മനസ്സിലാക്കിയ ജനം ഈ സർക്കാരിനും കോർപ്പറേഷന്റെ ഈ അഴിമതി നിറഞ്ഞ ഭരണത്തിനുമെതിരായി ജനവിധി എഴുതിയതാണ് UDFിന്റെ ഈ തിളക്കമാർന്ന വിജയത്തിൽ സമ്മാനിച്ചത്. ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച UDFിന്റെ മുഴുവൻ ജനപ്രതിനിധികൾ ജില്ലയിൽ വിജയിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികൾ ഏകദേശം 11 മുനിസിപ്പാലിറ്റിയാണ് 13 ഐക്യ ജനാധിപത്യ മുന്നണി വിജയിച്ചിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്തിൽ ഭൂരിഭാഗം ജില്ലാ പഞ്ചായത്തുകളും ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ് എന്നുള്ളതാണ് ഈ സമയത്ത് വോട്ടെണ്ണി പൂർത്തീകരിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഭൂരിഭാഗം സ്ഥലങ്ങളിൽ UDFിന് വലിയ വിജയം, 3-2 വിജയത്തിനപ്പുറത്ത് വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. 12 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 60-ലധികം പഞ്ചായത്തുകൾ, ഇവിടെയെല്ലാം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ തീരുന്ന ഈ ഘട്ടത്തിൽ ഞങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ ഇത്ര തിളക്കമാർന്ന വിജയം ജനങ്ങൾ സമ്മാനിച്ചതിന് 100% ജനങ്ങൾക്ക് വേണ്ടി, നാടിനു വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിലുള്ള സംശുദ്ധമായിട്ടുള്ള, ക്രിയാത്മകമായിട്ടുള്ള, വികസനോന്മുഖമായിട്ടുള്ള ഒരു ഭരണത്തിന് ഐക്യ ജനാധിപത്യ. എറണാകുളത്ത് കോൺഗ്രസ് നേതാക്കൾ ഇങ്ങനെ മാധ്യമങ്ങളെ കാണുമ്പോൾ സമ്പൂർണ്ണ പ്രതികരണവും ആഹ്ലാദ പ്രകടനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സംസാരിക്കുന്നു. ഈ വിജയത്തിന്റെ പ്രധാനപ്പെട്ട കാരണം ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാർ സ്വീകരിച്ച തെറ്റായ സമീപനം തന്നെയാണ്. ശബരിമലയെ പോലുള്ള ആരാധനാ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം അടിച്ചു മാറ്റിയവരെ സംരക്ഷിക്കാൻ ഗവൺമെന്റ് നടത്തിയ ശ്രമം വിശ്വാസ സമൂഹത്തെ വലിയ തോതിൽ വേദനിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വർദ്ധിച്ചു വരുന്ന തൊഴിലില്ലായ്മയും നിയന്ത്രിക്കാൻ കഴിയാത്ത വിലക്കയറ്റവും തുടർഭരണത്തിന്റെ അഹങ്കാരവും ജനങ്ങൾക്ക് ഒട്ടും ബോധിച്ചില്ല, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതിന് തെളിവാണ്. ജനങ്ങളെ ഗൗരവത്തിലെടുക്കാതെ, ജനങ്ങളുടെ താല്പര്യം കണക്കിലെടുക്കാതെ
ഏകാധിപത്യത്തിന്റെ പാതയിലൂടെ മുന്നോട്ട് പോയ ഒരു ഭരണാധികാരിയുടെയും ഭരണകൂടത്തിന്റെയും വീഴ്ചയാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത്. അതെല്ലാവർക്കും ഒരു പാഠമാകട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ ഈ ജനവിധിയെ പൂർണ്ണമായും അംഗീകരിക്കുന്നു. 2010 UDF നേടിയ അതേ വിജയമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുക. പൂർണ്ണമായി റിസൾട്ടുകൾ വന്നു തുടങ്ങുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പൂർണ്ണമായി വന്നു തുടങ്ങുന്നേ ഉള്ളൂ. ഒരു വൻപിച്ച ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിലൂടെ UDF ഉണ്ടായിരിക്കുന്നത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്. ശക്തി കേന്ദ്രങ്ങൾ പിടിച്ചെടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം UDF പറ്റിയാണ് പറഞ്ഞത്, പക്ഷേ അത് ഉണ്ടായത് LDF പറ്റിയാണ്. LDF ശക്തി കേന്ദ്രങ്ങൾ കേരളത്തിൽ പല ഭാഗത്തും പിടിച്ചെടുക്കാൻ UDF സാധിച്ചു. കോഴിക്കോട് കോർപ്പറേഷന് അതെ, രമേശ് ചെന്നിത്തലയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളം UDF ചാഞ്ഞത് എങ്ങനെയാണ് എന്ന്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വൻ തിരിച്ചടി ഉണ്ടായത് എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല. നമ്മൾ ഈ ഫലപ്രഖ്യാപനത്തിന്റെ പല ഘട്ടങ്ങളിലായിട്ട് സൂചിപ്പിച്ചതുപോലെ സ്വർണ്ണക്കൊള്ള, ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ UDF തിരുവനന്തപുരത്ത് NDAയ്ക്കും അടക്കം ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും എന്നാണ് അതിൻ്റെ പരോക്ഷ സൂചനയായിട്ട് വരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങളും അതേപോലെ തന്നെ ജനദ്രോഹമായിട്ടുള്ള നയങ്ങളും അത് ജനങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കും എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തല. 6 കോർപ്പറേഷനുകളിൽ 4, 86 മുനിസിപ്പാലിറ്റികളിൽ 54, 152 ബ്ലോക്ക് പഞ്ചായത്തിൽ 82. ഞാനീ പറഞ്ഞു വരുന്നത് UDF നേട്ടങ്ങളാണ്. 6 കോർപ്പറേഷനുകളിൽ 4, 86 മുനിസിപ്പാലിറ്റികളിൽ 54, 152 ബ്ലോക്ക് പഞ്ചായത്തുകളിൽ 82, 941 ഗ്രാമപഞ്ചായത്തുകളിൽ 438, 14 ജില്ലാ പഞ്ചായത്തുകളിൽ പകുതിയും 7 നേടിക്കൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം UDF പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. തുടർഭരണത്തിൻ്റെ 3ാം ഘട്ടത്തിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന LDF സംബന്ധിച്ചിട്ട് വലിയ തിരിച്ചടിയും നിരാശയും ഉണ്ടാകുന്ന രീതിയിലേക്കാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയത്ത് UDF സംബന്ധിച്ചിട്ട് വലിയ നേട്ടമുണ്ടായിരിക്കുന്നു. ഒപ്പം കോർപ്പറേഷനിലും ഗംഭീരമായിട്ടുള്ള വിജയം നേടിക്കൊണ്ടാണ് UDF മുന്നോട്ട് പോക്ക്. കോർപ്പറേഷനുകളിൽ കൊല്ലം, കൊച്ചി, തൃശൂർ, കണ്ണൂർ എന്നിവിടങ്ങളിൽ UDF ഭരണം ഉറപ്പിച്ചിരിക്കുന്നു. കോഴിക്കോട് മാത്രമാണ് LDF ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ മുന്നിൽ നിൽക്കാൻ കഴിയുന്നത്. അവിടെയും ഗണ്യമായ തോതിൽ സീറ്റുകൾ നഷ്ടമായതും പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുവനന്തപുരത്ത് മികച്ച ലീഡുമായിട്ട് കുതിക്കുന്ന NDA, തിരുവനന്തപുരത്ത് മികച്ച ലീഡുമായിട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്നു NDA. അവിടെ NDA BJP തിരുവനന്തപുരം ഭരിക്കാൻ പോകുന്നു. മുനിസിപ്പാലിറ്റികളിൽ